ബോസ് സീസൺ 7 പാവശാസ്ത്രം എന്ന് പറയുന്ന ആ ടാസ്ക് ഏകദേശം 3 റൗണ്ടായി. ഒരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടാവണം, അതോ ഇനി ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇതിനകത്ത് ഇന്ന് ഈ ഒരു റൗണ്ട് തൂക്കിയത് അനുമോളാണെന്ന് പറയണം. കാരണം അനുമോൾ നടക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം അനുമോളുടെ പാൻറ്റിനുള്ളിലായിട്ട് എത്ര പാവ കിടപ്പുണ്ടെന്നുള്ളത്. ഒട്ടും കാലടുപ്പിച്ചോ അല്ലെ കാല് മര്യാദയ്ക്ക് വെച്ചോ നടക്കാൻ പറ്റാത്ത അനുമോളിത് എങ്ങനെ ഇതിനകത്ത് ഇട്ടു എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം അത്രയും ഹരിബറിയാണ് ഈ പാവ വരുന്ന സമയത്ത്. അനുമോളിനി ഒരുപക്ഷെ പാൻറ്റ് മുന്നോട്ട് ഇങ്ങനെ ലൂസാക്കി പിടിച്ചുകൊണ്ടിട്ടാണോ എന്നും അറിയത്തില്ല. എന്തായാലും പാൻറ്റിൻ്റെ അടിവശം ടൈറ്റ് ചെയ്തുകൊണ്ട് അതിനകത്തോട്ടാണ്. ബ്രില്യൻ്റ് ആയിട്ടൊരു ഗെയിമായിരുന്നു അത്. കാരണം അത്രയും ലൂസായിട്ടുള്ളൊരു പാൻറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഈ 2 കാലിൻ്റെ ഭാഗത്തോട്ടും ഇഷ്ടം പോലെ ശേഖരിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അനുമോൾ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നതും. ഏതായാലും അനുമോൾ ആദ്യത്തെ റൗണ്ടിലൊക്കെ അക്ബർ ആണെന്നുണ്ടെങ്കിൽ അനുമോളുടെ ദേഹത്തോട്ട് വീണ് കിടന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് ബോഡി പെയിനൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പോകുന്ന കണ്ടു. സെക്കൻഡ് റൗണ്ടിലാണെങ്കിൽ നെവിൻ കയ്യിലിരുന്നതും കൂടെ തട്ടിപ്പറിച്ചു. ഈ പാൻറ്റിനകത്തോട്ട് കൈയിട്ട് അടിവശത്തൂടെ കാൽപാദത്തിൻ്റെ അടുത്തൂടെ പാൻറ്റിനകത്തോട്ട് കൈയിട്ട് വലിച്ചെടുത്തു എന്നും പറഞ്ഞൊക്കെ ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ റൗണ്ടിൽ ഫ്രണ്ടിൽ കയറി നിന്ന് ഈ പെൺകുട്ടികൾ 3 പേരും ആദില, നൂറ, അനു ബ്രില്യൻ്റായിട്ട് കളിച്ചു. അനു കുറേയധികം പാവയെ കിട്ടി. അതിനെ കയ്യും കാലും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് എല്ലാവരും. ഇതിൽ നിന്ന് വിട്ട് നിന്ന ആൾ ഷാനു ആണ്. ഷാനവാസിനെ ഈ പറഞ്ഞ കൂട്ട് ഫിസിക്കലി അത്ര ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ആൾ ഈ ബോൾ വന്ന് വീഴുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ, അത് മുതൽ കുറച്ച് ഗെയിമിൽ പിന്നോക്കം നിൽക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് കിച്ചണിൽ വെച്ച് പറയുന്നത് കേട്ടു എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അനു പറയുന്നത് കേട്ടു അങ്ങനെയാണെങ്കിൽ അത് പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ അനു പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അക്ബർ ആദ്യം അനുവിനെ ചീറ്റ് ചെയ്ത് ചീറ്റ് ചെയ്ത് മീൻസ് ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് കുറച്ച് അങ്ങനെ എടുത്തുകൊണ്ട് പോയ ഈ സാധനം അവിടെ കൊണ്ട് ശേഖരിച്ച് വെച്ചു റൂമിനകത്ത്. അവിടുന്ന് നൈസായിട്ട് നെവിൻ അത് പൊക്കിയിട്ടുണ്ട്. നെവിൻ എന്നിട്ട് അത് ഏക്കത്തില്ല. അറിയാമല്ലോ ഇനിയിപ്പോൾ അത് ലാലേട്ടം വന്ന് ആ ഒരു സീക്വൻസ് കാണിച്ചു കഴിഞ്ഞാലേ നെവിൻ അത് ഏൽക്കത്തുള്ളൂ. എന്നാലും പറയും ലാലേട്ട അതിൻ്റെ സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. എന്തായാലും ഇന്നത്തെ ഈ മൂന്നാമത്തെ റൗണ്ടിൽ ആ ഗെയിം തൂക്കിയിരിക്കുന്ന അനുമോൾ തന്നെയാണ്. അത് പറയാണ്ട് വയ്യ. എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാകും അതിൻ്റെ ഒരു ഭംഗിയും ഒരു ക്യൂട്ട്നെസ്സും. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം.